നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരോട് നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴേ അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിൻ്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി. അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനങ്ങൾ ധ്യാനിക്കുവാൻ, ഈ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോ ജനക്കൂട്ടത്തെയെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം മലമുകളിലേക്ക് ഏകാന്തനായി പ്രാർത്ഥിക്കുവാൻ പോയി. ഈശോ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ശിഷ്യന്മാരോട് മറുകരയിലേക്ക് പോകുവാൻ പറയുന്നു. അവർ മറുകരയിലേക്ക് പോകുന്ന വഴി കടലിൻ്റെ നടുഭാഗമായി. അവിടെ എത്തിയപ്പോഴാണ് കാലാവസ്ഥ പ്രതികൂലമായത്. തിരമാലകൾ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. അവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി ആടി ഉലയുവാൻ തുടങ്ങി. എന്നാലോചിച്ച് നോക്കുക അവരുടെ നിസ്സഹായ അവസ്ഥ. ആർക്കും അവരെ സഹായിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില അവസ്ഥകൾ, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. തിരമാലകൾ ആഞ്ഞടിക്കുന്നു, പ്രശ്നങ്ങൾ കുന്നുകൂടുന്നു. രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. ജീവിത തിരമാലകളൊക്കെ നമ്മളെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുവാൻ മാത്രമേ പലപ്പോഴും നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ശിഷ്യന്മാർ നിസ്സഹായരായി വളരെ പരിഭ്രമിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് കടലിൻ്റെ നടുവിൽ, തിരമാലകളുടെ നടുവിലായിരുന്നപ്പോൾ ഈശോ അവരെ കാണുന്നുണ്ടായിരുന്നു. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ കണ്ണുകൾ അവരുടെ നേരെ തിരിഞ്ഞു. ഈശോ അവരുടെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. നടന്നു വന്നുകൊണ്ട് അവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ ടെൻഷനായിരുന്നു, അവരുടെ ഉള്ളിൽ ഉത്കണ്ഠയായിരുന്നു, അവരുടെ ഉള്ളിൽ ഭയമായിരുന്നു. ഈശോയെ തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിച്ചില്ല. ഭൂതമാണ് വരുന്നതെന്ന് അവർ വിചാരിച്ചു, അവർ ചിന്തിച്ചു.
ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഉള്ളിൽ ഉത്കണ്ഠകളാണ്, ആകുലതകളാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷമാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമല്ല. ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഈശോയെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ഉള്ളിൽ കിടന്നിരുന്ന ഭയമാണ്, ഉള്ളിൽ കിടന്നിരുന്ന ഉത്കണ്ഠയാണ്. നമുക്കും ചിലപ്പോൾ ഇത് സംഭവിക്കാം. ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ആകുലതപ്പെടുമ്പോൾ, ഉത്കണ്ഠാകുലരാകുമ്പോൾ, ഭയപ്പെടുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ പറയുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹൃദയത്തിൻ്റെ ശാന്തതയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക. ശിഷ്യന്മാർ ഈശോ വന്നപ്പോൾ ഈശോ കടലിനെ ശാസിച്ചു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണ് എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്നത്തെ ആദ്യ വായനയിലെ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ കേട്ടു, അഹറോനും മീരിയാമും മോശയ്ക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. മോശയ്ക്ക് ദൈവം നൽകുന്ന ആ സന്ദേശങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. എന്താണ്, മോശയിലൂടെ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ, ഞങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുമെന്ന് മോശയെക്കുറിച്ച് അസൂയപ്പെട്ടുകൊണ്ട് അവർ സംസാരിച്ചു. ദൈവത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം അവരെ ശാസിച്ചു. നമുക്കറിയാം, വായിച്ചു കേട്ടു, മിറിയാമിനെ കുഷ്ഠം ബാധിച്ചു. അഹറോനും മീരിയാമും അതിനുശേഷം അനുതപിച്ചു. അവർ മോശയോട് ചെന്ന് പറയുന്നു, മോശ കർത്താവിൻ്റെ മുൻപിൽ നിലവിളിച്ചു. പത്രോസ് ഇന്നത്തെ സുവിശേഷത്തിൽ നിലവിളിച്ചതുപോലെ, കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചതുപോലെ മോശ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ് തനിക്കെതിരായി സംസാരിച്ച അഹറോനും മീറിയാമിനും വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ ദിവ്യബലിയിൽ നിലവിളിക്കുവാനുള്ള നമ്മുടെ നിസ്സഹായ അവസ്ഥയെ ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ ഭയം കൊണ്ട്, ഉള്ളിലെ വേദന കൊണ്ട്, ഉള്ളിലെ വിഷമതകൾ കൊണ്ട്, ഉത്കണ്ഠകൾ കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സാമീപ്യവും അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഈ ദിവ്യബലിയിൽ പോലും ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുമ്പോൾ ഈശോൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് കിട്ടുന്നില്ലായിരിക്കാം. നമുക്ക് നിലവിളിക്കാം വിശ്വാസത്തോടെ, ഭയപ്പെടരുത്. ഭയത്തോടെ ഉത്കണ്ഠയോടെ നമ്മൾ പ്രാർത്ഥിക്കുവാനിരുന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ കാണുവാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ഈ ദിവ്യബലിയിൽ വിശ്വാസത്തോടെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും എൻ്റെ മേലുണ്ട്, അവിടുത്തെ കരങ്ങൾ എന്നെ എപ്പോഴും സംരക്ഷിക്കുന്നു എന്ന വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം.